എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ദേ വന്നിരിക്കുന്നു നമ്മുടെ രേണുസുതി. വീണ്ടും രേണുസുതിയുടെ കണ്ടന്റ് ഇല്ലാത്ത ഒരു ദിവസം പോലും ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഉഷ്ണമുള്ള സമയത്ത് ഫാൻ ഇടാതെ മുറിയിൽ ഇരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് രേണുസുതിയുടെ വീഡിയോ ഒരു ദിവസം പോലും കാണാതിരുന്നാല് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ആരാധകരുടെ അളവറ്റ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് നമ്മളിവിടെ രേണുസുതിയുടെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രേണുസുതിയുടെ പുതിയ കുറച്ച് റീൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു റീൽസ് ഒക്കെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തരാനും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ രേണുസുതി ഇപ്പൊ ഇത്തിരി ഒന്ന് ഡൾ ആയിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഇത്തിരി ഉദ്ഘാടനമൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. നമ്മുടെ ഷെഫീന ബീവി എന്ന് പറയുന്ന ഇത്ത ഇടപെട്ടത് കൊണ്ടാണോ പുള്ളിക്കാരത്തേക്ക് എന്തായാലും ഇപ്പൊ റാസൽ ഗൈമയിലേക്കൊന്നും പോവാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. ചിലരൊക്കെ പറയുന്നത് പുള്ളിക്കാരത്തി ഗോൾഡ് കടത്താനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എന്തായാലും ഷെഫീന ഇത്ത ഇടപെട്ട് ഗോൾഡ് കടത്തൽ നടക്കുന്നില്ല, അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി പോവാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. ശത്രുക്കള് പറഞ്ഞു വരുത്തുന്നതാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ ശത്രുക്കള്. അപ്പൊ ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ പുള്ളിക്കാരത്തേക്ക്. അപ്പൊ ഇതൊക്കെ വെറുതെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തി ഗോൾഡ് ഒന്നും കടത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ ശരിക്കും എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളൊക്കെ കൂടി ഇവരെ ഇത്തരത്തിലൊക്കെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. എല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പറയുന്നൊരു വാക്കുണ്ട്, കിച്ചു കിച്ചു കിച്ചു. എല്ലാവർക്കും സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ അത് മാത്രം മതിയോ? വേറൊരു കാര്യം കൂടി ഇല്ലേ? കേട്ടു കൊടുക്ക്. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? ഈ ഫിറോസ് ഉൾപ്പെടെ പറട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? അതാണ് കാര്യം. അപ്പൊ ഇവിടെ 5 വയസ്സുള്ള റിതപ്പൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ആര് നോക്കും? നിങ്ങൾ ആരെങ്കിലും നോക്കോ? ആരും നോക്കൂലല്ലോ. അപ്പൊ ആ റിതപ്പനെ കൂടി ആരെങ്കിലും ഒക്കെ നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ പിണറായി സർക്കാർ പോയതിൽ നമ്മുടെ രേണുസുതിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. അതായത് പുള്ളിക്കാരത്തി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, CPM എന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ചോര തിളയ്ക്കുമെന്ന്. അപ്പൊ എന്തായാലും ഇപ്പൊ മനസ്സിലായി പുള്ളിക്കാരത്തിയുടെ ചോര തിളപ്പിന് കാരണം നമ്മുടെ പിണറായി സർക്കാരാണെന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ പിണറായി സർക്കാർ അരി കൊടുത്തത് കൊണ്ടാണ് രേണുസുതി ഇത്രയും ദിവസം കഞ്ഞി വെച്ച് കുടിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ ഉള്ളത് തന്നെ. രേണുസുതി തന്നെ ഒന്ന് പറയട്ടെ. നല്ല അരി കിട്ടുന്നില്ല, റേഷൻ അരി. പിണറായി സർക്കാർ വന്നപ്പോൾ നല്ല അരി കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റേഷൻ അരി ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു അരി കിട്ടുന്നുണ്ട്. അപ്പൊ രേണുസുതി പറയുന്നത് നല്ലൊരു സർക്കാരായിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. നമുക്ക് അരിയൊക്കെ തന്നില്ലേ, ഇത്രയധികം അരിയൊക്കെ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നാളും കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റി എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ രേണുസുതിക്ക് അറിയില്ലേ ഈ പിണറായി സർക്കാരാണോ ശരിക്കും അരി തരുന്നത്, അതോ കേന്ദ്ര സർക്കാരാണോ? എന്തായാലും നമ്മുടെ രേണുസുതി പോയി അതേക്കുറിച്ചിട്ട് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് ചോദിച്ചിട്ട് വരിക. അപ്പൊ ഞാനും അറിയാവുന്നവരടുത്തൊക്കെ പോയി ചോദിച്ചിട്ട് വരാം, ആരാണോ അരി തരുന്നത്, ആരാ. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പുള്ളിക്കാരത്തിക്ക് റേഷൻ അരിയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ 4-4.5 ലക്ഷം രൂപ ചെലവാക്കി പുതിയ പല്ലൊക്കെ വെക്കുന്നു എന്നൊക്കെ കേട്ടു. അപ്പോൾ റേഷൻ അരിയാണ് കഴിക്കുന്നത്, അരി മേടിക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ റാസൽ ഗൈമയിലൊക്കെ പോയിട്ട് ബാർ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് പല്ലൊക്കെ വെക്കാൻ പറ്റും. അപ്പൊ വെറുതെ ഇരുന്ന് ഡൗട്ട് അടിക്കില്ലേ കേട്ടോ. പുള്ളിക്കാരത്തി ബാർ ഡാൻസ് ചെയ്ത പൈസയാണേ പല്ല് വെക്കുന്നത്. അപ്പൊ എന്തായാലും ഓരോ ദിവസവും പുള്ളിക്കാരത്തി നല്ല അടിപൊളി മേക്ക് ഓവറിൽ വരാറുണ്ട്. ദേ ഇപ്പൊ വിവാഹ പെണ്ണിന്റെ ഒരു മേക്ക് ഓവറിൽ പുള്ളിക്കാരത്തി വന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു കിടില മേക്ക് ഓവർ കണ്ടിട്ട് ഞാനും ഞെട്ടിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് തോന്നി ഫേസ് ഒക്കെ. പിന്നീട് വന്നപ്പോഴത്തേക്കാണ് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ട് നല്ല 1-ാം തരം ഫിൽറ്റർ അടിച്ച് കയറ്റി മുഖത്തെ സൂപ്പറാക്കി വന്നിട്ടുണ്ട്. സുന അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഫിൽറ്റർ സുന രംഗത്ത് വന്നിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഫിൽറ്റർ ഇടാതെ, ആരോ കൂടെ ചോദിച്ചതാണ് പുള്ളിക്കാരത്തിയോട്, ഫിൽറ്റർ ഇടാതെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തി ഫിൽറ്ററേ ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത്. ഫിൽറ്റർ ഇടാതെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി നല്ല രീതിയിൽ ഇട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്ത് ഫിൽറ്റർ ഒന്നും ഇല്ലാതെ കുട്ടി മാത്രം ഇട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അത് ആ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പുള്ളിക്കാരത്തിയുടെ നമ്മുടെ ഫിൽറ്റർ സുനേര ഒരു അടിപൊളി ഒരു ഡാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ കാണാതിരുന്നാൽ നഷ്ടമാണ്.
അപ്പോൾ എന്തായാലും നമ്മുടെ ഫിൽറ്റർ സുനയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡാൻസ് കാണാം. ഓ, എന്തായാലും കിടലൻ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാവേ? ശരിക്കും ഇതൊന്നും എങ്ങനെയാണോ ഇതൊക്കെ സാധിക്കുന്നത് മനസ്സിലാവുന്നില്ല. എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഫിൽറ്റേഴ്സിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. മറ്റാരെ കൊണ്ട് സാധിക്കത്തില്ല. വസീകരയൊക്കെ പാടിയാലുണ്ടല്ലോ ജനങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. അതന്നെ, റാസൽ ഖൈമയിൽ ചെന്നിട്ട് നമ്മുടെ ബാർ ഡാൻസ് മാത്രമല്ല, വസീകര എന്നുള്ള പാട്ടുണ്ടല്ലോ, ഒന്ന് പാടിക്കൊടുത്തു പുള്ളിക്കാരത്തി. അവിടെ ഇരുന്ന ജനങ്ങളെല്ലാം ബ്രാൻഡി ക്ലാസ് എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ഇറങ്ങി ഓടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ഫിൽറ്റർ സുനയുടെ പാട്ട് കേട്ടിട്ട് വരാം. മുന്നേ കുളിത്തതും എന്നെ തേടി എൻ சேலனுணையாலும் தன் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே திடீரென்று பின்னாயிருந்து என்னை நீ அழைப்பாயே அது கவிதை யாரேலும் மணி கேட்டால் அது சொல்ல கூட தெரியாது காதலனும் முடிவையில் கடிகார நேரம் கிடையாது வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினாய் போதுமதே. അപ്പോൾ എന്തായാലും മനോഹരമായിട്ട് പാടി. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു റാസൽ ഖൈമയിലുള്ള ആ ഒരു ബാറിലുള്ള ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു സ്ത്രീയെ വിളിച്ച് പാട്ടൊക്കെ പാടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള കസ്റ്റമർ കൂടി ഇല്ലാതാവും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഇവരൊരു 10-15 ദിവസം അവിടെ വന്ന് തമ്പടിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർ വരുന്നത് വരെ ഇവരുടെ പാട്ട് മേടിച്ച് അങ്ങോട്ടേക്ക് ആരും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിൽറ്റർ സുന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പുതിയ പാർട്ടി വന്നു, സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് ഇനി അവർ അരി കൊടുത്താൽ നമ്മുടെ ഫിൽറ്റർ സുനയ്ക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇനി ഫിൽറ്റർ സുന ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. പുള്ളിക്കാരത്തെ പറഞ്ഞത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് അരി കൊടുത്തത് കൊണ്ട് ഈ 10 വർഷവും കഞ്ഞി വെച്ച് കുടിച്ചു എന്നാണ് പറയുന്നത്. ഇനി കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റാതെ ഇനി വിശന്ന് നടക്കാനാണോ നമ്മുടെ ഫിൽറ്റർ സുനയുടെ ആ ഒരു തലയിലെടുത്തൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലും ഒരു അരി തരുമായിരിക്കും പുള്ളിക്കാരത്തേക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും സുന പറയുന്നത് എന്ന് വെച്ചാൽ, പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇനി പുള്ളിക്കാരത്തേക്ക് അരി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പുള്ളിക്കാരത്തി. അപ്പോൾ എന്തായാലും നമ്മുടെ കോൺഗ്രസ് സർക്കാർ കൂടുതൽ അരി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, സംസ്ഥാന സർക്കാരാണോ അതോ കേന്ദ്ര സർക്കാരാണോ അരി തരുന്നത് എന്ന് നമ്മുടെ ഫിൽറ്റർ സുന ഒന്ന് അന്വേഷിക്കുക. അത്രേ പറയാനുള്ളൂ. ആരുടെ അരിയായിരുന്നത്? എനിക്ക് കൺഫ്യൂഷൻ. ആരരിയായിരുന്നത്? അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ട് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് മറ്റൊരു വീഡിയോ അല്ല, ഇത് വെറുതെ ഒരു രസം നമ്മുടെ ഫിൽറ്റർ സുനയുടെ ആരാധകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. നേരത്തെ ആണെങ്കിൽ നമ്മുടെ ഫിൽറ്ററിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പുള്ളിക്കാരത്തിയായിട്ട് കൊണ്ടുവന്ന് ഇട്ട് തരുമായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തോ പുള്ളിക്കാരത്തി ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ സംഭവങ്ങളായി, അതുപോലെ തന്നെ ഷിയാസ് കരീമിന്റെ സംഭവം, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റാട്ടി തള്ളയെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കിംവദന്തികൾ പലരെ കുറിച്ചിട്ടും വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ സുനയ്ക്ക് അവിടെ എന്താ പറയുന്നത്, പുള്ളിക്കാരത്തേക്ക് ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ആരും കൊടുത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, പുള്ളിക്കാരത്തി ഇപ്പൊ എന്താണെന്ന് അറിയില്ല. പുള്ളിക്കാരത്തി കുറച്ച് ബാക്കിലോട്ട് പോയതായിട്ട് തോന്നുന്നു. അതാണ് നമ്മൾ പറയുന്നത്, നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി നേടുന്നത് അത് ആരുടേതായാലും നിലനിൽക്കില്ല എന്ന് പറയുന്നത് ഇതിനാണ്. ഇനി ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടി മറ്റുള്ളവർ ഈ പറയുന്ന ഫിൽറ്റർ സുനയെ പറ്റിയിട്ട് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ ഉള്ള റീച്ച് പോലും ഉണ്ടാവില്ല. ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. നമ്മളെ പോലുള്ള ആളുകൾ ഇവളെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവൾക്കൊക്കെ ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പറ്റി പറഞ്ഞ് നിങ്ങൾ തിന്നുന്നു കുടിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ നിന്നെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ചിലയ്ക്കുന്നത് കൊണ്ട് മാത്രമാണ് നീയൊക്കെ ഇങ്ങനെ ഫേമസ് ആയിട്ട് പോകുന്നത്. പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.